ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ അടുത്ത് കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് കുറേ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ വന്ന് പറഞ്ഞു A to Z വരെയും പഠിപ്പിക്കണം, അവർക്ക് കർണാട്ടിക് മ്യൂസിക് പഠിക്കാൻ താല്പര്യമുള്ളവരാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ഞാൻ A to Z വരെയും പഠിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ വെച്ച് എൻ്റെ മൈൻഡ് കൊണ്ട് സ്റ്റക്കായിപ്പോയി കമൻറ്റൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ നമ്മൾ ഇന്ന് സപ്തസ്വരങ്ങളാണ് പഠിക്കാൻ പോണത്. 1ാം കാലം 2ാം കാലം 3ാം കാലമൊക്കെ പഠിപ്പിക്കും. അപ്പോൾ ഞാനിവിടെ ഏത് ബുക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നത് എന്താണെന്ന് വെച്ചാൽ കർണാടക സംഗീതം എന്ന് പറയുന്ന ബുക്കുണ്ട്. പിന്നെ സാധകം ബുക്ക് ബാബുരാൻ സാറിൻ്റെയാണ്. 200 രൂപയുണ്ട് ഇതിന്. അപ്പോൾ പറ്റുന്നവർ ഇതൊക്കെ മേടിക്കുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കണ്ടോ, മൊത്തം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു നിഗമനത്തിൽ ഇതിനകത്ത് വലിയ മിസ്റ്റേക്സും കാര്യങ്ങളും ഇല്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നോക്കി ഈ ബുക്ക് മേടിച്ച് ഇതിനൊക്കെ കുറച്ചുകൂടി ബെറ്റർ കർണാടക സംഗീതം തന്നെയാണ്. ഒരു കുഞ്ഞ് 100 72 രൂപയുടെ ഒരു ബുക്ക് കിട്ടും. അപ്പോൾ അത് മേടിക്കാം. അത് മേടിച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം, നല്ലോണം പ്രാക്ടീസ് ചെയ്യാം. എപ്പോഴും രാവിലെ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളിത് തുടങ്ങുക. നമ്മൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ സപ്തസ്വരങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സപ്തസ്വരങ്ങൾ എന്ന് പറയുമ്പോൾ ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം. പക്ഷെ നമ്മൾ പാടുമ്പോൾ 8 സ്വരങ്ങൾ പാടും. എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മൾ ഷഡ്ജം കയറ്റും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ താളവട്ടം കറക്റ്റ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഷഡ്ജം വീണ്ടും പാടുന്നത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ നമുക്ക് 1ാം കാലത്തിൽ ജസ്റ്റ് ഒന്ന് പാടി നോക്കാം. അപ്പം എൻ്റെ കയ്യിൽ ശ്രുതിയില്ല. ശ്രുതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രാക്ടീസ് ചെയ്തപ്പോൾ എന്തോ കണക്ഷൻ പ്രോബ്ലം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അത് എൻ്റെ കേബിൾ കട്ടായിപ്പോയില്ല, കത്തിപ്പോയി. അതൊക്കെ പറയാം. അപ്പോൾ നമ്മൾ G ഷാർപ്പിലാണ് സാധാരണ പാടി പഠിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തന്നെ ശ്രുതിയൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കുക. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിലൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ പാടാൻ പോകുന്ന സപ്തസ്വരങ്ങളിൽ 1ാം കാലം എന്ന് പറയുമ്പോൾ ഒരു ബീറ്റിൽ ഒരടി വെച്ച്, ഒരു ബീറ്റിൽ ഒരു സ്വരം വെച്ച്. അപ്പോൾ അങ്ങനെ അടി തെറ്റിച്ച എനിക്ക് തന്നെ. ഓക്കെ, സരി ഗമ പധ നീ സാ നി ധ പ മ ഗ രെ സ. ബേസിക് നോട്ടിൽ ഗമങ്ങളും ചേർക്കേണ്ട ആവശ്യമില്ല. ചിലർ ഇഷ്ടത്തിനനുസരിച്ച് പാടും. എന്ന് വെച്ചാൽ സരി ഗമ അങ്ങനെയൊക്കെ പാടുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഗമങ്ങൾ ചേർക്കാൻ പാടില്ല. പ്ലെയിൻ നോട്ടായിട്ട് നിങ്ങൾ പാടി പഠിക്കാം. അപ്പം അങ്ങനെ ആസ്മ മാറിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെയാണ് കഫക്കെട്ടൊക്കെ ഉണ്ട്, ചുമ ഇടയ്ക്ക് വരും, കാര്യമാക്കണ്ട. അപ്പോൾ ഓക്കെ, 2ാം കാലത്തിൽ എങ്ങനെയായിരിക്കും? ഒരടിയിൽ 2 അടി വെച്ച്. ഈ അടിയുടെ കാര്യം, ഒരടിയിൽ ഒരു ബീറ്റിൽ 2 സ്വരം വെച്ച്. സരി ഗമ പധ നീ സാ നി ധ പ മ ഗ രെ സ. ഇപ്പോൾ ഒരു ഫുൾ താളവട്ടത്തിൽ നമ്മൾ 16 സ്വരങ്ങളാണ് പാടിയത്. ഇനി 3ാം കാലത്തിലേക്ക് വരുമ്പോൾ എത്രയെന്ന് വെച്ചാൽ 32 സ്വരങ്ങളാണ് വരുന്നത് 3ാം കാലത്തിൽ. പക്ഷെ 4 സ്വരങ്ങൾ കൊള്ളിക്കണം. സരി ഗമ പധ നീ സാ നി ധ പ മ ഗ രെ സ. സരി ഗമ പധ നീ സാ നി ധ പ മ ഗ രെ സ. സരി ഗമ പധ നീ സാ നി ധ പ മ ഗ രെ സ. സരി ഗമ പധ നീ സാ നി ധ പ മ ഗ രെ സ. ഇനി 4ാം കാലത്തിൽ 64 സ്വരങ്ങളാണ് ഗൈസ്.
അത് 4 പ്രാവശ്യം നമ്മൾ പാടണം. ഓക്കെ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 സ്വരങ്ങൾ വരും ഒരടിയിൽ. സരിഗമ പദനി സ സനി ദ പ മ ഗ രി സ സരിഗമ പദനി സ സനി ദ പ മ ഗ രി സ സരിഗമ പദനി സ സനി ദ പ മ ഗ രി സ സരിഗമ പദനി സ സനി ദ പ മ ഗ രി സ. അങ്ങനെ 4 പ്രാവശ്യം പാടണം എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സപ്തസ്വരങ്ങളുടെ ഫസ്റ്റത്തെ ക്ലാസ്. എല്ലാവരും ഇത് എനിക്ക് ചെറിയ എന്തൊക്കെയോ മിസ്റ്റേക്കാന്ന് വെച്ചാൽ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ട് ഇങ്ങനെ പഠിപ്പിച്ച് വലിയ ശീലമൊന്നുമില്ല. പക്ഷേ ഞാൻ ഏറ്റവും സത്യസന്ധമായിട്ടായിരിക്കും നിങ്ങൾ പഠിപ്പിക്കുക. നല്ലോണം എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. നല്ലോണം എല്ലാവരും ഇതിന് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. കുറച്ച് നേരം ഇതൊക്കെ കേൾക്കാൻ തയ്യാറാവുക. കുറച്ച് നേരം എന്നോട് നല്ല ഒരു കമ്പനി മൈൻഡ്. ഓക്കെ. അപ്പം അങ്ങനെ എല്ലാവരും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. പിന്നെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മൂളിപ്പാട്ടെങ്കിലും നല്ലോണം പാടാൻ പറ്റും, അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇത് നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. എല്ലാവരും ടേക്ക് കെയർ. ഓക്കെ, ബൈ.